വേനൽ ചൂടിലും വള്ളിക്കാട്ടുകാവിൽ തെളിനീരൊഴുകുകയാണ്. തിങ്ങി നിറഞ്ഞ കാട് തെളിനീരൊഴുകുന്ന അരുവികളും വാനരക്കൂട്ടങ്ങളും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നുണ്ട്. ദൈവിക ചൈതന്യവും ഈ കാവിലുണ്ട്. വാനരക്കോട്ട എന്നറിയപ്പെടുന്ന വള്ളിക്കാട്ടുകാവിൽ നിലവിൽ വാനരങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും പ്രകൃതി രമണീയവും പ്രശാന്ത സുന്ദരവുമായ ഈ മലമേഖല കണ്ടാസ്വദിക്കാൻ നിരവധി പേരാണ് നിത്യേന വള്ളിക്കാട്ടുകാവിലെത്തുന്നത്. തലക്കുളത്തൂർ പഞ്ചായത്തിലെ എടക്കരയിൽ ഏക്കർ കണക്കിന് വനഭൂമിയുള്ളതാണ് വള്ളിക്കാട്ടുകാവ്. വേനൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചെങ്കിലും ഈ മലമേഖലയിൽ നിന്ന് ഒലിച്ചെത്തുന്ന അരുവിയിലെ വെള്ളത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അരുവിയിലെ വെള്ളം ശേഖരിക്കാൻ വയലോരത്ത് നിർമ്മിച്ച കുളത്തിൽ സംവിധാനവുമുണ്ട്. വള്ളിപ്പടർപ്പുകളോട് കൂടിയ കാട്ടിനുള്ളിലൂടെ ഒഴുകിയെത്തുന്ന അരുവികൾ കാണാൻ ഏറെ രസകരമാണ്. കൂടാതെ വള്ളിക്കാട്ടുകാവിനുള്ളിൽ ഭഗവതിയുടെ ക്ഷേത്ര സങ്കല്പവുമുണ്ട്. വിനോദസഞ്ചാരികളെ കൂടാതെ വിശ്വാസികളും നിത്യേന ഈ വള്ളിക്കാട്ടുകാവിൽ എത്താറുണ്ട്. മുൻപ് കാവിനുള്ളിൽ 100 കണക്കിന് വാനരന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വിവിധ രോഗങ്ങൾ പിടിപെട്ടും വംശനാശം സംഭവിച്ചും ഏകദേശം 50ഓളം വാനരന്മാർ മാത്രമേ ഉള്ളൂവെന്ന് ക്ഷേത്രത്തിൽ ഏറെ കാലമായി ജോലി ചെയ്യുന്ന ബാലകൃഷ്ണൻ വാര്യർ പറഞ്ഞു. ഇവിടെ ധാരാളം ആൾക്കാർ ഇങ്ങനെ ഈ കൊടും വേനലിലായാലും രാവിലെയും വൈകുന്നേരവും ഒക്കെ വരാറുണ്ട്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഈ വറ്റാത്ത വെള്ളം ഏത് സമയവും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. പിന്നെ ഇവിടെ വന്നാലും നല്ലൊരു അന്തരീക്ഷമാണ്. അരുവിയുണ്ട്, പിന്നെ കുരങ്ങന്മാരെ കാണാം, വാനരന്മാർ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ 40-45 ഇപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നാൽ പോകാൻ തോന്നില്ല. നല്ലൊരു ചൈതന്യമുള്ള ഭഗവതിന്റെ ഒരു ക്ഷേത്രമാണ്. വള്ളിപ്പടർപ്പോട് കൂടിയ കാടുകളാണ് ഈ കാവിന് ചുറ്റുമുള്ളത്. അത് തന്നെയാണ് ഈ കാവിന്റെ പ്രത്യേകതയും. അതിരാവിലെയാണ് വാനരന്മാർ കൂട്ടത്തോടെ കാവിനടുത്തേക്ക് ഇറങ്ങിയെത്തുക. വാനരക്കൂട്ടങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. കാടിനുള്ളിൽ സമശീതോഷ്ണ അവസ്ഥയായതിനാൽ സഞ്ചാരികൾ ഏറെ നേരം വിശ്രമിച്ചാണ് ഇവിടെ നിന്നും മടങ്ങാറുള്ളത്. മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ കാടും ക്ഷേത്രവും ഇന്നുള്ളത്. വനദുർഗ സങ്കല്പത്തിനുള്ള ദേവീ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലുണ്ട്. ദേവി വിഗ്രഹത്തെ തഴുകിയാണ് കാവിന്റെ പരിസരത്തുള്ള അരുവി ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ അരുവിയിലെ വെള്ളത്തിന് തീർത്ഥജലത്തിന്റെ സ്ഥാനമാണുള്ളത്. അരുവിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം തൊട്ടടുത്ത വയലിലെ കൃഷിക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മറ്റെല്ലായിടത്തും കൃഷി ഉണങ്ങി നശിക്കുമ്പോൾ വള്ളിക്കാട്ടുകാവിലെ വയലിലെ കൃഷി സമൃദ്ധമായി വളരുന്നുണ്ട്. വള്ളിക്കാട്ടുകാവ് സംരക്ഷണത്തിന് വേണ്ടി ലക്ഷങ്ങളാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലർ ചെലവഴിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അത്തോളി.